ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് മുഖമൊക്കെ ഒന്ന് നല്ല തിളക്കമാകാനും നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ ഉള്ള ഒരു ഗോഡ് മിൽക്കിലുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉപയോഗിച്ച് നല്ലതാണ്, മുഖത്തിനൊക്കെ നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ആകും. ഇതിനായിട്ട് ഞാൻ 1/2 കിലോയുടെ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. സോപ്പ് ബേസ് ഇത് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ ഒരു പിടി പച്ചരി ഇത് കുതിർത്തിട്ട് അരച്ചതാണ്. അത് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ കൂട്ടി നമുക്കൊരു 1/2 കിലോ ആകുമ്പോഴത്തേക്ക് ഒരു 50 ഗ്രാം മതി. അപ്പം ഞാൻ അരിച്ചെടുത്ത ആ പച്ചരിയുടെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് അലവേറയുടെ 1 ടേബിൾ സ്പൂണ് അലവേറ ജെല്ലിട്ടിട്ടുണ്ട്. പിന്നെ സ്വല്പം ഒലിവ് ഓയിൽ ഞാനെടുത്ത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. പിന്നെ ഷിയ ബട്ടർ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ദേഹത്ത് തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കൊച്ചു കുട്ടികളുടെ ചിലരുടെയൊക്കെ പൊരി വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആകാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ ഇതിനകത്തിട്ട് ഈ സോപ്പ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഞാൻ സോപ്പ് ബേസ് മെൽറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യമേ ഷിയ ബട്ടറാണ് നമ്മൾ ഇടുന്നത്. അതായത് ഷിയ ബട്ടർ ഇടുമ്പോൾ അത് നല്ലതായിട്ടൊന്ന് മെൽറ്റാകാൻ വേണ്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് മെൽറ്റായിക്കോളും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഷിയ ബട്ടർ ആദ്യമേ ഇട്ട് കൊടുക്കാം. ഈ സോപ്പ് ബേസിനകത്തോട്ട് അതിൻ്റെ ചൂടും കൊണ്ട് നമുക്കൊന്ന് മെൽറ്റായി കഴിയുമ്പം വേണം മറ്റേ നമ്മുടെ അരിപ്പൊടിയുടെ മിക്സറും അതിനകത്തോട്ട് അരിപ്പൊടിയും ഗ്ലിസറിനും അലവേറയും പിന്നെ ഞാൻ ഒരു 3 വിറ്റാമിൻ ഇ ഗുളികയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതും എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ആക്കണം. അതായത് ആ ഷിയ ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ബാക്കി ഈ മിശ്രിതം കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് അതും കൂടെ നല്ലതായിട്ട് മെൽറ്റായിട്ട് നമുക്ക് സോപ്പ് ബേസിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സോപ്പ് നമുക്ക് ഈ സോപ്പ് ഇപ്പോൾ അവസാനം ഞാൻ ഇറക്കി വെച്ചതിന് ശേഷമാണ് ലാവൻഡറിൻ്റെ സ്മെല്ലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കിലോ ആയതുകൊണ്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണായിട്ട് അത് ഒഴിച്ചാൽ മതി. ഇത് ഞാൻ 1/2 കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഒഴിച്ച് നിന്നപ്പോൾ 4 സോപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പം നല്ല വെയിറ്റാണ് ഈ സോപ്പിന്. ഞാൻ ആ 4-നകത്തും ഫുള്ളങ്ങ് ഒഴിച്ചു. അപ്പം നല്ല വെയിറ്റുണ്ട്. 100 ഗ്രാമിനൊക്കെ മുകളിലുണ്ട് സോപ്പ്. ഈ സോപ്പ് നമുക്ക് നല്ലതാണ്, യൂസ് ചെയ്യുമ്പോൾ മുഖമൊക്കെ നല്ല ക്ലിയർ ആവും, നല്ല ഗ്ലെൻസ് ചെയ്യാനൊക്കെ നല്ലതാണ് സോപ്പ്. പിന്നെ എനിക്ക് വേറെ കുറേ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അത് നാൽപ്പാമരത്തിൻ്റെ സോപ്പിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ കൂടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ സോപ്പുകളാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. അതിലേക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ കൊറിയർ ചെയ്ത് തരുന്നത്. അപ്പം വീഡിയോ കണ്ടത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.